എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന IBPS PO 2025 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പഠിക്കണം അല്ലെ? ഓൾറെഡി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ A to Z കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഒരു ഹൗ ടു അപ്ലൈ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പതുക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇപ്പോ ഓൾറെഡി ആരൊക്കെ വന്നിട്ടുണ്ട്? SBA POയും IBPS POയും വന്നിട്ടുണ്ട്. ബാങ്കിലേക്കുള്ള എൻട്രിയിൽ നിന്നാകട്ടെ അല്ലെ, പ്രൊബേഷണറി ഓഫീസർ ആകാനായിട്ടുള്ള സുവർണ അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. രണ്ടും കൂടി ഏകദേശം നമുക്ക് 6000-ന്റെ അടുത്ത് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പൊ ജോയിൻ IBPS PO സ്പെഷ്യൽ ബാച്ച്. അതിൽ തന്നെ നിങ്ങൾക്ക് SBA POയ്ക്കുള്ള പഠനവും IBPS POയ്ക്കുള്ള പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് IBPS PO സ്പെഷ്യൽ ബാച്ച് എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫുൾ ടൈം മെന്റർഷിപ്പ് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ഒക്കെ വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻസ്, കോർ ടോപ്പിക് ഡിസ്കഷൻ, കംപ്ലീറ്റ് സിലബസ് കവറിംഗ്, A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. ഡൗട്ട് ക്ലിയറൻസ്, അതേപോലെ തന്നെ ഡെയിലി ക്യൂസസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള IBPS PO എങ്ങനെയാവാം എന്നതിലേക്കുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ബാച്ച് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ പുതിയ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കോച്ചിങ് ഉണ്ടാവും. സോ ഡിസ്ക്രിപ്റ്റീവില് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ കോച്ചിങ് ഉണ്ടാവും. മെയിൻസിന് സെപ്പറേറ്റ് കോച്ചിങ്, ഇന്റർവ്യൂ ഉണ്ണികൃഷ്ണൻ സാറിന്റെ കോച്ചിങ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനുള്ള കോച്ചിങ്, മെയിൻസിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് കോച്ചിങ്, പ്രിലിംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കോച്ചിങ്, ഇന്റർവ്യൂ കോച്ചിങ്, പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ കോച്ചിങ്, അങ്ങനെ നിങ്ങൾക്ക് IBPS POയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ് ഈ സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്താണ്? 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അതിന് വേണ്ട ഫോം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം, 7736122215 എന്നുള്ള നമ്പർ. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മളുടെ എന്താണ് ഹൗ ടു അപ്ലൈ എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്, നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്നാ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 1 തൊട്ട് 21 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇപ്പോൾ ജൂലൈ 1 തൊട്ട് നമുക്ക് 21 വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഡേറ്റുകളെല്ലാം ഓർത്ത് വെക്കുക. നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിംസ് വരുന്ന ആഗസ്റ്റ് 2025 മെയിൻസ് വരുന്ന ഒക്ടോബറിലാണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് നവംബർ ഡിസംബർ ആണ്, ഇന്റർവ്യൂ വരുന്നത് ഡിസംബർ ജാനുവരിയിലാണ്. ഏകദേശം നമുക്ക് ഫെബ്രുവരിയോട് കൂടി നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ അലോട്ട്മെന്റ് തുടങ്ങും, അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് തുടങ്ങും. ഓക്കെ, അപ്പൊ ഡേറ്റ് എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി അപ്ലൈ ചെയ്യാനിരിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ കയ്യിൽ എപ്പോൾ വന്നാലും നോക്കാൻ പറ്റുന്ന മെസ്സേജസ് വരുന്ന ഫോൺ നമ്പർ ആയിരിക്കണം. നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൺ നമ്പർ ആയിരിക്കണം കൊടുക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു ഇമെയിൽ ID ആയിരിക്കും. ഇപ്പൊ എല്ലാവരുടെയും മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇമെയിൽ ID ത്രൂ ആണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെല്ലാം. അപ്പൊ ഇമെയിൽ ID എപ്പോഴും റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഇമെയിൽ ID, നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ഫോൺ നമ്പർ ഒരിക്കലും കൊടുക്കരുത്. ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പർ, ഈ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമെയിൽ ID മൊബൈൽ നമ്പർ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്. ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതേപോലെ നമുക്ക് ഏജ്, ആദ്യം തന്നെ ഏജ് ആണ്. ഏജ് നമുക്ക് വരുന്നത്, ഏജിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഏജ് എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നതാണ്. 20-നും 30-നും ഇടയ്ക്ക്, അതായത് 20 വയസ്സും 30 വയസ്സും ആ കട്ട് ഓഫ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC നോൺ ക്രീമി ലെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് 3 വർഷത്തെ റിലാക്സേഷനും, അതേപോലെ തന്നെ SC/ST കമ്മ്യൂണിറ്റിക്ക് 5 വർഷത്തെയും, PWD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ഏജ് റിലാക്സേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക.
അതേപോലെ തന്നെ 30 വയസ്സ് ജനറലുകാർക്കാണ് 30 വയസ്സ് വരുന്നത്. ഇനി ഏജിന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണ്. ഏജ് റിലാക്സേഷന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ OBC സെലക്ട് ചെയ്താൽ ഏജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ഡൗട്ട് ഒന്നും വേണ്ട. നിങ്ങൾ OBC ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എന്താണ് നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് അവർ കാണിക്കും. ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കും. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇരിക്കുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിലായാലും ഇപ്പൊ BTech ആവാം, BCA ആവാം, BCom ആവാം, BSc ആവാം, ഡിഗ്രി ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. അവരുടെ റിസൾട്ട് എന്ത് ചെയ്യണം? 21/7/2025 അവർ പാസ് ആയിട്ടുള്ളതെന്നുള്ള മാർക്ക് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഇനി CGPA കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് 59.99 ആണെങ്കിൽ അത് 59 ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ CGPA ഒക്കെ ആണെങ്കിൽ നമുക്ക് മാർക്ക് ലിസ്റ്റ് ആ പെർസെൻറ്റേജ് കറക്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ സാധിക്കും. അതൊന്ന് അറിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്താണ് ഇൻഡിക്കേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻ ഇൻ ഗ്രാജുവേഷൻ വൈൽ രജിസ്റ്ററിങ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആ കാൽക്കുലേഷൻ ആയിട്ട് കറക്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാലും പ്രോബ്ലം ഇല്ല CGPA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അത്ര ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യം. ക്രെഡിറ്റ് ഹിസ്റ്ററി ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് വരുന്നതാണ്. ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇതൊന്നുമില്ല മക്കളെ. ഇവിടെ അപ്ലൈ ഡസ് നോട്ട് അപ്ലൈ ടു ദ കാൻഡിഡേറ്റ് എന്താണ് വിത്ത് നോ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോ എഡ്യൂക്കേഷന് വേണ്ടി എടുത്ത ലോൺ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ EMI ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഫോണ് കാര്യങ്ങളൊക്കെ EMI ആയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ദ മിനിമം ക്രെഡിറ്റ് സ്കോർ വിൽ ബി ആസ് പെർ ദി പോളിസി ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്. അപ്പൊ ബാങ്കിന്റെ ഇതനുസരിച്ച് നമുക്ക് മിനിമം ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് EMI കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിലേ ഉണ്ട്, നിങ്ങൾ EMI ഒക്കെ എന്താണ് ഡ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്ത് ഫുൾ ലോൺ ക്ലോസ് ചെയ്യാനൊന്നും പറയുന്നില്ല. ആ സിബിൽ സ്കോർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു സിബിൽ ഓർ അതർ സിമിലർ ഏജൻസീസ് ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ജോയിനിങ് have to either get the status updated to or produce the NOC from the lender. ആ ബാങ്കിൽ നിന്ന് നിങ്ങൾ ഒരു NOC വാങ്ങിയാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ ഫുൾ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും EMIയിൽ ഡ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ ഇനി നിങ്ങൾ ലോണൊന്നും എടുത്തിട്ടില്ല, അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എനിക്ക് സിബിൽ സ്കോർ ഇല്ല എന്ന് പറഞ്ഞ് ആരും പേടിക്കേണ്ട കാര്യമില്ല. ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരും എന്ത് ചെയ്യാം? ആ ക്രെഡിറ്റ് കാർഡൊക്കെ ഡ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ബാങ്ക് ആണോ എന്നുള്ള അവിടെ നിന്ന് ഒരു NOC വാങ്ങണം. നോ ഒബ്ജക്ഷൻ ആയിട്ടുള്ളത് ഒന്ന് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആരും. ഓക്കെ, അത്രയേ ഉള്ളൂ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ കാര്യം. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നമുക്ക്. SC ST PWD കാൻഡിഡേറ്റ്സിന് 175 ആണ്. പിന്നെ വരുന്ന ആൾക്കാർക്ക് 850. അതർ എല്ലാവർക്കും ഉള്ളത് 850 രൂപയാണ്. ബാങ്ക് ട്രാൻസാക്ഷൻ ചാർജസ് ഫോർ ഓൺലൈൻ പേയ്മെന്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീസ് ഇന്റിമേഷൻ ചാർജസ് വിൽ ഹാവ് ടു ബി ബ്രോൺ ബൈ ദി കാൻഡിഡേറ്റ്. അതാ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? അടയ്ക്കണം. പേയബിൾ ചെയ്യേണ്ട ഡേറ്റും ഇവിടെയുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം. ഓക്കെ, പേയ്മെന്റ് കംപ്ലീറ്റ് ആയാൽ മാത്രം അപ്ലിക്കേഷൻ എന്ത് ചെയ്യുള്ളൂ? ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഓൺലൈൻ പേയ്മെന്റ് ആണ്. UPI ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കാർഡ് ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ 850 രൂപ ആയിരിക്കില്ല. എന്തെങ്കിലും ചാർജുകൾ വരുന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ആദ്യം നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഏജ് ഞാൻ പറഞ്ഞു, 30 വയസ്സ് വരെയാണ് ജനറൽ. OBC നോൺ ക്രീമി ലെയറുകാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, SC ST 5 വർഷം, PWD കാൻഡിഡേറ്റിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഡിഗ്രിക്കാർക്കാണ്. പെർസെൻറ്റേജിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്, പെർസെൻറ്റേജ് അറിയാത്ത ആൾക്കാർ. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ദെൻ അപ്ലിക്കേഷൻ ഫീസ് ഈ അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? ഇത്ര രൂപ ഉണ്ടായിരിക്കണം. ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിനി വൈകിക്കാനായിട്ട് ഇടവരുത്തരുത്. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ആണ്. ഈ നോട്ട് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യാം? ബാക്ക്ലോഗ് ആയിട്ടുള്ള വേക്കൻസീസ് വരാം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ടോട്ടൽ നമുക്ക് 5208 വേക്കൻസിയാണ് വരുന്നത്. 5208.
ഓക്കെ, ഇത്ര വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ ടോട്ടൽ വരുന്നുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 1000 വരുന്നുണ്ട്. കാനറ ബാങ്ക് വരുന്നുണ്ട് 1000. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഏതാണ്, ബാങ്ക് ഓഫ് ഇന്ത്യ 700 വരുന്നുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 500 വരുന്നുണ്ട്. ദെൻ നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതേപോലെ തന്നെ പഞ്ചാബ് സിന്ധ് ബാങ്ക്. ഞാൻ ഇതെടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അവര് എന്ത് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ബാങ്കുകൾ ആദ്യം വെക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്. ഇനി നമുക്ക് കേരളത്തിൽ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യത ബ്രാഞ്ചസ് ഉള്ളത് കാനറ ബാങ്ക് ഉണ്ട്. യൂണിയൻ ബാങ്ക് ഇപ്പോൾ വിളിച്ചിട്ടില്ല. ഇനി നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയും ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കൾച്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് കൾച്ചർ ഏത് ബാങ്കിനാണ് വരുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്ക് ഏതാണ്, അങ്ങനെ നിങ്ങൾക്ക് വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെക്കുന്നതിന് നമുക്ക് പ്രിഫറൻസ് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അതല്ലാതെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വേക്കൻസി അനുസരിച്ചാണ് എല്ലാവരും വെക്കുക. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ആദ്യം വെക്കും, അടുത്തത്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, ഇവിടെ നമ്മൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ ആദ്യം കാനറ ബാങ്ക് വെച്ചോളൂ. ഓക്കെ, അതിനുശേഷം ബാങ്ക് ഓഫ് ബറോഡ വെക്കാം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് നമുക്ക് കേരളത്തിലെ ബ്രാഞ്ചുകൾ കുറവാണ്. ആരൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡേനെയും കാനറ ബാങ്കിനെയും വെച്ച്. അപ്പൊ നിങ്ങൾ അടുത്തത് വെക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ചോ, പ്രോബ്ലം ഇല്ല. അതിനും ബ്രാഞ്ചസ് കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെയുള്ളത് നമുക്ക് എന്താണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പിന്നെ നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ കേരളത്തിലാണെന്ന് നോക്കുകയാണെങ്കിൽ അത് വെക്കാം. കേരളത്തിൽ കൂടുതലുള്ള ബ്രാഞ്ചുകൾ ഉള്ളത് നിങ്ങൾ അത് വെക്കാം. അങ്ങനെ വെക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞോളൂ. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാം. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ കയ്യിൽ ഇത്ര കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ്? നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ഫോട്ടോഗ്രാഫാണ്. നിങ്ങളുടെ അത് എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഒരു സ്കാൻഡ് ഇമേജ് ഉണ്ടായിരിക്കണം. സിഗ്നേച്ചർ അത് എപ്പോഴും നമുക്ക് ബ്ലാക്കിലായിരിക്കാം നല്ലത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, SLC അല്ലെങ്കിൽ SSC, SSLC 10th സ്റ്റാൻഡേർഡ് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് മെൻഷൻഡ് ആസ് ഇൻ ക്ലോസ് J ഇഫ് അപ്ലിക്കബിൾ ആസ് പെർ ദ സ്പെസിഫിക്കേഷൻസ് ഗിവൺ ബിലോ. ഇപ്പൊ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഈ ക്ലോസ് Jയിൽ അത് ആവശ്യമുള്ള ആൾക്കാർ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവർക്ക് അതൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളും കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ EWSകാരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങി വെക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതേപോലെ SC/ST സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ OBCക്കാർക്കും EWSകാരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നോൺ ക്രീമി ലെയർ ആയിരിക്കണം. അതേപോലെ തന്നെ EWS ആയിരിക്കണം. അതല്ലെങ്കിൽ ആ സമയത്ത് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങളെ അതിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല, നമ്മൾ ഔട്ടാവും. ജനറലിന്റെ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഏജ് റിലാക്സേഷനും നമുക്ക് ലഭിക്കില്ല. അപ്പൊ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കേണ്ടത്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട്, നമ്മൾ വില്ലേജിലാണ് പോവുക, വില്ലേജ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അതിന് എലിജിബിൾ ആണോ, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇട്ടോളൂ. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ. ഇനിയെങ്കിലും അത് ചെയ്ത് വാങ്ങി വെക്കാത്തവർ അത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ അത് ഇങ്ക അനുസരിച്ചാണ് കിട്ടുക. EWS അങ്ങനെയാണ് കിട്ടുക. അപ്പൊ അവരെല്ലാം അത് വാങ്ങി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കത് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പ്ലീസ് നോട്ട് ദാറ്റ് അൺടിൽ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് സിഗ്നേച്ചർ ആസ് പെർ ദി സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ദ സിസ്റ്റം വിൽ നോട്ട് അലൗ ദ കാൻഡിഡേറ്റ്സ് ടു മൂവ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സ്പെസിഫിക്കേഷൻസിൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി റീസെന്റ് പാസ്പോർട്ട് സൈസ്, ഇപ്പൊ എടുത്ത് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റ് കളേർഡ് വൈറ്റ് ആണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ റെഡ് ഐ ഉണ്ടാവാൻ പാടില്ല. സ്പെക്സ് നിങ്ങൾ ഊരിയിട്ട് എടുത്തു, അതാണ് സേഫ്. നമ്മൾ സൈസ് ഓഫ് ദി ഫയൽ ഷുഡ് നോട്ട് ബി 20 KB ഇത് ഇമ്പോർട്ടന്റ് ആണ്, 50 KB ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ റീസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് റീസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല നിങ്ങൾ ഫോട്ടോഗ്രാഫ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനി സ്റ്റുഡിയോയിൽ പോകാൻ നിൽക്കണ്ട, നമുക്ക് ഓൺലൈനിൽ അത് റീസൈസ് ചെയ്തെടുക്കാം. ഓക്കെ, ഓൺലൈനിൽ എന്ത് ചെയ്യാം, റീസൈസ് ചെയ്തെടുക്കാം. 20 KB 20 KB താഴെയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല, 50 KB കൂടുതലാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് കറക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിങ്ങൾ ജസ്റ്റ് ഓൺലൈനിൽ റീസൈസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതിൽ അപ്ലോഡ് ചെയ്തിട്ട് റീസൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല
നമുക്ക് ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല, ഫോട്ടോഗ്രാഫ് ഇല്ല, സിഗ്നേച്ചർ ഇല്ല, SSLC ബുക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, SSLC സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്തിട്ടില്ല, ഇംപ്രഷൻ ഇല്ല, അതേപോലെ തന്നെ ഹാൻഡ് ഡിക്ലറേഷൻ ഒക്കെ സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഇപ്പൊ നമ്മളൊരു IT സെന്റർ ഉണ്ടാവില്ലേ, കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്ത് ഈ സ്പെസിഫിക്കേഷനിലേക്ക് ആക്കി തരും. അതാണ് നിങ്ങൾക്ക് പേടിയുണ്ട്, നമുക്ക് തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ചിലവർ വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവാം, അവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ഓൺലൈനിൽ സെറ്റ് ചെയ്യാം. അതല്ല, നിങ്ങളൊരു കമ്പ്യൂട്ടർ സെന്ററിലാണ് പോയിട്ട് ചെയ്യണമെങ്കിൽ അവരത് എന്ത് ചെയ്യും, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ അത് സെറ്റ് ചെയ്ത് തരും. അപ്പൊ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഇത് തന്നെ കൊണ്ടുപോയാൽ മതി. ഈ വീഡിയോയില് ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്താലും മതി. നമ്മൾ നോട്ടിഫിക്കേഷനിലുള്ള കാര്യമാണ്. അടുത്തത് നമുക്ക് ലൈവ് ഫോട്ടോഗ്രാഫിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ലൈവ് ക്യാപ്ചർ വരും, അത് ഞാൻ അവിടെ എത്തുമ്പോൾ കറക്റ്റ് പറയാം. അതപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് ലൈവ് ക്യാപ്ചർ നമുക്ക് രണ്ട് രീതി സെലക്ട് ചെയ്യാം. നമുക്ക് വീട്ടിലൊരു വെബ് ക്യാം, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വെബ് ക്യാം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ അത് ഉണ്ടാവും. അതല്ല, നിങ്ങളുടെ വെബ് ക്യാം ഒന്നുമില്ല, നിങ്ങളൊരു ഡെസ്ക്ടോപ്പ് PC-യിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ ഉപയോഗിച്ച് QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം. ഫോണിലെ സെൽഫി ഉപയോഗിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. അതും ഞാൻ പറഞ്ഞുതരാം. അതിലും ടെൻഷൻ വേണ്ട, വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഡു ആൻഡ് ഡോണ്ട് ഓഫ് ഫോട്ടോഗ്രാഫ് എന്തൊക്കെ ചെയ്യാം. എൻഷുർ ദ ഫോട്ടോ ഈസ് ക്യാപ്ചർഡ് അഗെയിൻസ്റ്റ് ദ ലൈറ്റ് കളേർഡ്, പ്രിഫറബിളി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് എ അഡിക്വേറ്റ് ലൈറ്റ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഫേസ് ഒക്കെ കറക്റ്റ് ഉണ്ടാവണം. ലുക്ക് സ്ട്രേറ്റ് അറ്റ് ദ വെബ് ക്യാമറ, ഫോട്ടോഗ്രാഫ് ഷുഡ് ബി പാസ്പോർട്ട് സൈസ്. അത് നിങ്ങൾ പേടിക്കേണ്ട, അവരെടുക്കുമ്പോൾ അത് പാസ്പോർട്ട് ആയിട്ട് തന്നെയാണ് വരിക. ക്ലിയർ, നമ്മൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചെയ്യാൻ പാടില്ലാത്ത സ്മോൾ സൈസ് ഫോട്ടോഗ്രാഫ് നോട്ട് ബി ക്ലിക്ക്ഡ് അപ്ലോഡഡ്. കളേർഡ് ഗ്ലാസസ് ഓർ സൺ ഗ്ലാസസ്, ഗ്ലാസും വെക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഷാഡോ ഓൺ ഫേസ്, ലൈറ്റ് പ്രോപ്പർ അല്ലാത്ത, നോട്ട് ഫേസിംഗ് ദ ക്യാമറ, ഡിസ്റ്റോർട്ടഡ് ഫേസ്, അതൊന്നും അലോ അല്ല. ഫോട്ടോ നോട്ട് ബി ടേക്കൺ ഇൻ ഡാർക്ക് ഇംപ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട്, ബാക്കിൽ ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള ഫോട്ടോഗ്രാഫ് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ ഫോട്ടോഗ്രാഫ് ക്യാപ്ചർ ചെയ്യുമ്പോൾ. സിഗ്നേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ബ്ലാക്ക് ഇങ്ക് പെന്നാണ് ഏറ്റവും നല്ലത്. ബ്ലാക്ക് ഇങ്ക് പെന്ന് വെച്ച് തന്നെ സൈൻ ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ വൈശാഖ്, എന്റെ പേര് വൈശാഖ് ആണ്, ഇങ്ങനെ സൈൻ ചെയ്യുന്നത് എടുക്കില്ല. നമ്മൾ എങ്ങനെയാണോ സൈൻ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ സൈൻ ചെയ്യുകയാണെങ്കിൽ ആ സൈൻ ആണ് പ്രോപ്പർ ആയിട്ട് എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സൈസ് ഓഫ് ഫയൽ ഷുഡ് ബി ബിറ്റ്വീൻ എത്രയാണ്, 10 KB-ക്കും 20 KB-ക്കും ഇടയിലേ പാടുള്ളൂ. ഈ സൈസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതും പ്രോപ്പർ ആയിട്ട് സ്കാൻ ചെയ്ത് റീസൈസ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. സിഗ്നേച്ചറിന്റെ കാര്യം, തമ്പ് ഇംപ്രഷന്റെ കേസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 20 KB-ക്കും 50 KB, 50 KB-ക്കും ഇടയിലായിരിക്കണം. ഈ ഫോർമാറ്റ് ആയിരിക്കണം കേട്ടോ. GPG ഓർ JPG ഫോർമാറ്റ് ആയിരിക്കണം എല്ലാം. JPG ഓർ GPG ഫോർമാറ്റ് ആയിരിക്കണം. ഫോട്ടോഗ്രാഫും എല്ലാം ആ ഫോർമാറ്റിലായിരിക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ ആ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം ഉണ്ടാവുക. ഈ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലാണ് നല്ലത്. ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ SBA PO അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം, ഇതിന് മുന്നത്തെ SBA ക്ലർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഫോട്ടോഗ്രാഫും തമ്പ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെ യൂസ് ചെയ്താൽ മതി, പ്രശ്നമില്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? അതിനുശേഷം ഹാൻഡ് റിട്ടൺ എന്താണ്, ഐ ഡാഷ് മൈ നെയിം വൈശാഖ് മാധവൻ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസന്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആസ് വെൻ റിക്വയർഡ്. ഇത് നിങ്ങൾ ഒരു പേജിൽ എഴുതാം. അതും സ്കാൻ ചെയ്യുന്ന JPG ഓർ GPG അല്ല, JPG ഓർ JPEG ഫോർമാറ്റ് ആയിരിക്കണം. അത് 50 KB, എത്രയാണ് വരിക, 50 KB. 50 KB-ക്കും 100 KB-ക്കും ഇടയിലായിരിക്കണം അത് വരാനായിട്ട്. അതായത് റണ്ണിങ് ലെറ്റേഴ്സിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതിലാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊന്നും എഴുതാൻ പാടില്ല. ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ അത് എഴുതി എടുക്കുക. ക്ലിയർ അല്ലേ? അതും നിങ്ങൾ ബ്ലാക്ക് പെന്നിൽ എഴുതാണ് നല്ലത്. ഓൺ എ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക്. എല്ലാം ബ്ലാക്ക് ഇങ്ക് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ബ്ലാക്ക് ഇങ്ക് ആണ്, ബ്ലൂ അല്ല. ബ്ലൂ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. സൈനും ഹാൻഡ് ഡിക്ലറേഷനും ഒക്കെ ബ്ലാക്ക് ഇങ്കിൽ തന്നെ എന്ത് ചെയ്യുക. അപ്പൊ ഇതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്കാൻ ചെയ്ത് ഈ സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കണം. ഓൺലൈൻ റീസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ പറഞ്ഞിരിക്കുന്നതാണ് SSLC ബുക്ക്. നമ്മളുടെ മാർക്ക് ഷീറ്റ് PDF-ലാണ് അത് സ്കാൻ ചെയ്യേണ്ടത്. PDF-ലാണ്, ഫോട്ടോഗ്രാഫ് അല്ല, PDF-ലാണ് സ്കാൻ ചെയ്യേണ്ടത്. നേരത്തെ ഉള്ളതൊക്കെ അവർ JPEG ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് PDF-ലാണ്. സൈസ് എന്തായാലും A4-ലായിരിക്കണം. സ്കാൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. 500 KB-യിൽ കൂടാൻ പാടില്ല. 500 KB ആണ് മാക്സിമം വരാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സിഗ്നേച്ചർ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അതെല്ലാം നോക്കുക. ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാർ എന്ത് ചെയ്യുക,
അതും സ്കാൻ ചെയ്യുക. ആ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ അത് സ്കാൻ ചെയ്യുക. ഇതവിടെ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ആൻഡ് മെൻഷൻ ക്ലോസ് ജെ. ആ പറഞ്ഞിട്ടുള്ള ആവശ്യമുള്ള ആൾക്കാർ എൻഷുർ ദാറ്റ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, SSLC 10th ആൻഡ് സ്റ്റാൻഡേർഡ് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് മെൻഷൻ ഇഫ് അപ്ലിക്കബിൾ ആർ. ആവശ്യമുള്ളവർ മാത്രം അത് അപ്ലൈ ചെയ്താൽ മതി. ആ ക്ലോസ് ജെയിൽ ആവശ്യമുള്ള ആൾക്കാർ അത് നോക്കാം. അവർ മാത്രം എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് മാത്രം അവരെന്ത് ചെയ്യാം, അത് സ്കാൻ ചെയ്ത് വെക്കാം. എല്ലാവർക്കും അത് ആവശ്യം ഉണ്ടാവില്ല. ഇത്ര കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഡിവൈസുകൾ കയ്യിലുണ്ടായിരിക്കണം. അതിനുശേഷം തമ്പ് ഇംപ്രഷൻ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ നമ്മളുടെ എന്താണ് സിഗ്നേച്ചർ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, SSLC ബുക്ക്, നമ്മൾ ഈ പറഞ്ഞ ക്ലോസ് ജെയിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് www.ibps.in എന്ന് പറയുന്ന സൈറ്റ് എന്ത് ചെയ്യുക, ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. Candidates are first required to go to the official IBPS website www.ibps.in and click on the home page to open. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ സൈറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് ഹോം പേജ് വരും. ഇതാണ് കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് CRP. കോമൺ പേജിൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ഓൺലൈൻ ഫോർ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് അണ്ടർ CRP PO MTS XV ആണ്, XV. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകും. അടുത്ത വിൻഡോയിൽ പ്രൊബേഷണറി ഓഫീസേഴ്സ്, മാനേജ്മെന്റ് ട്രെയിനീസ് X5 അല്ലെ. അപ്പോൾ നമുക്ക് XV അതാണ് നമ്മൾ റോമൻ ലെറ്റർ ആണ്, എത്രാമത്തെയാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അപ്ലൈ ഓൺലൈൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അടിയിൽ കിടക്കുന്നുണ്ട്. അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതേപോലെ ഒരു വിൻഡോയിലേക്കാണ് പോവുക. ഇവിടെ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1/7/2025 തൊട്ട് 21/7 വരെ അപ്ലൈ ചെയ്യാം. റെഫറൻസ് ഡോക്യുമെന്റ്സ് ഒക്കെ അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. പുതിയതായിട്ട് വരുന്ന ആൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോയിലേക്ക് വരും. ബേസിക് ഇൻഫർമേഷൻ, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ, അപ്ലോഡ്സ്, പേയ്മെന്റ്. ഇത്ര പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മളുടെ ഇത് കംപ്ലീറ്റ് ആവുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക. ഇത്ര കാര്യങ്ങളാവണം. ബേസിക് ഇൻഫർമേഷൻ. അപ്പൊ നമ്മളുടെ ക്ലിക്ക് ഹിയർ ഫോർ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ അറിയാൻ പറ്റും. ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, കൺഫേം ഫസ്റ്റ് നെയിം. ഇപ്പൊ എന്റെ പേരാണെങ്കിൽ വൈശാഖ് മാധവൻ എന്നാണ്. വൈശാഖ്, ഇവിടെ വൈശാഖ് കൊടുത്തു. ഇവിടെ എന്താണ് മാധവൻ. എൻ്റെ ഇനീഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ T എന്ന് കൊടുക്കുകയാണെങ്കിൽ T. അപ്പൊ ഇത് ഫുള്ള് വരും. അപ്പൊ നമ്മളുടെ ഇവിടെ ഫുൾ നെയിം ഇവിടെ എന്ത് ചെയ്യും, വിസിബിൾ ആയിരിക്കും. കറക്റ്റ് സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അടുത്തതിലേക്ക് നമ്മളുടെ ഫോൺ നമ്പർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫോൺ നമ്പർ കൺഫേം ചെയ്യുക. ഇവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മാൻഡേറ്ററി അല്ല. ഇതെന്തായാലും മാൻഡേറ്ററി ആണ്. ദെൻ ഇമെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൺഫേം ചെയ്യുക. ഈ സെക്യൂരിറ്റി കോഡ് എന്താണോ ആ സെക്യൂരിറ്റി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇത്ര കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ അവർ കാര്യങ്ങളൊക്കെ പറയും. ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പേരൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ SSLC ബുക്കിലെ പേരും ഇതും മാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടി വരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഫോൺ നമ്പർ കയ്യിലുള്ള കാര്യങ്ങളായിരിക്കണം. ഇമെയിലും എപ്പോഴും കാണുന്ന ഇമെയിൽ ID തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ വരും. അപ്പൊ നമ്മളുടെ രജിസ്റ്റർ നമ്പറും ഇത് നിങ്ങൾക്ക് മെയിലായിട്ട് വന്നിട്ടുണ്ടാവും, പാസ്വേഡും അത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഞാനിത് മറച്ചു വെച്ചിരിക്കുകയാണ്, പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. അത് നോട്ട് ചെയ്ത് വെക്കാം, മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതേപോലത്തെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് വരിക. അപ്പൊ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫോട്ടോഗ്രാഫ്. അത് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്തതിനു ശേഷം ചൂസ് ഫയൽ കൊടുക്കുക. അത് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ഫോട്ടോഗ്രാഫ് ഇവിടെ വരും. അത് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ഫോട്ടോഗ്രാഫ് ഇവിടെ വരും. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഇവിടെ വരും. അതിനുശേഷം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും 20 KB താഴെയാണ്, ഞാൻ ഈ പറഞ്ഞ 50 KB കൂടുതലാണെങ്കിൽ ഇവിടെ കാണിക്കും. അത് കറക്റ്റ് ആയാൽ മാത്രമാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് വരിക. പ്രിവ്യൂ കാണിക്കും, ഓക്കെ കൊടുക്കുക. ഒരു പ്രിവ്യൂ ബോക്സ് കാണിക്കും, നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ ബോക്സ് കാണിക്കും. അത് ഓക്കെ ആണെങ്കിൽ ഇവിടെ കൊടുക്കുക. ദെൻ
ക്യാപ്ചർ ഫോട്ടോ യൂസിങ് വെബ് ക്യാമറ ഉള്ളവര് ഇവിടെ ക്യാപ്ചർ ഫോട്ടോ കൊടുക്കുക. അപ്പൊ നമ്മൾ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ചിരിച്ചിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ലൈവ് ക്യാപ്ചർഡ് ഇമേജ് ഇവിടെ വരും. ആ ലൈവ് ക്യാപ്ചർ ചെയ്ത ഇമേജും നിങ്ങളുടെ എന്ത് ചെയ്യും, ഇവിടെ വരും. ഓക്കെ, ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. 10 കൊല്ലത്തെ ഫോട്ടോയൊന്നും ഇവിടെ യൂസ് ചെയ്യരുത്. രണ്ടും കണ്ട ഒരേപോലെ ഇരിക്കണം, ഏകദേശം അവർക്ക് മനസ്സിലാവണം. ഇൻ കേസ് ഇനി വെബ് ക്യാം ഇല്ലാത്തവര് ക്ലിക്ക് ഹിയർ ടു സ്കാൻ എടുക്കുക. നിങ്ങൾ QR കോഡ് എടുക്കുക. ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, QR സ്കാൻ ചെയ്യുക. എന്നിട്ട് അപ്പൊ അതിലെ കാര്യം വരും, ഫോട്ടോ എടുക്കുക. അത് നേരെ ഇവിടെ വന്നോളും, ഒരു പ്രശ്നവുമില്ല. സെറ്റല്ലേ? അപ്പൊ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഫോൺ ഉപയോഗിച്ച് അത് സ്കാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്യാപ്ചേർഡ് ഇമേജ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ക്ലിക്ക് ഹിയർ ടു സ്കാൻ കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു സ്കാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുക. ആ QR കോഡ് സ്കാൻ ചെയ്യാം. ആ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഇവിടെ വരും. ഇപ്പൊ നിങ്ങളൊരു കഫേയിലൊക്കെയാണ് പോയി ചെയ്യണമെങ്കിൽ അവിടെ വെബ് ക്യാം ഉണ്ടാവും. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഫോൺ യൂസ് ചെയ്താലും നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പക്കാ പെർഫെക്റ്റ് ആയിട്ട് വരും. ജസ്റ്റ് സ്കാൻ ചെയ്യാം. QR കോഡ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്താൽ ആ സൈറ്റിലേക്ക് പോയിട്ട് അതിൽ സെൽഫി ഉണ്ട്. ക്ലിക്ക് യുവർ ക്യാപ്ചർ യുവർ ഫോട്ടോ എന്ന് പറയാം. ആ ക്യാപ്ചർ യുവർ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വരും. ആ ഫോട്ടോ ഇവിടെ വരും. ഓക്കെ, അതിലും വേറെ ടെൻഷനൊന്നും വേണ്ട. അപ്പൊ ഇതിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മളുടെ സ്കാൻഡ് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്, സ്കാൻഡ് സിഗ്നേച്ചർ ബ്രൗസ് ചെയ്യാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ വരും. സ്കാൻ ചെയ്ത സിഗ്നേച്ചർ വരും. ഐ കൺഫേം കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് പോവില്ല. അപ്പൊ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് കത്തി കാണിക്കും, അപ്ലോഡ് അല്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഡീറ്റെയിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ട. ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്യണം. ആദ്യം നിങ്ങൾ ഏതാണോ കാറ്റഗറി, ജനറൽ കാറ്റഗറി ആണോ, EWS, OBC, ST, SC, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇൻക്ലൂഡഡ് ആണെങ്കിൽ വരും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ജനറൽ ആണെങ്കിൽ ക്ലിക്ക് ചെയ്തു, ജനറലാണ് ക്ലിക്ക് ചെയ്തേ. അതിനുശേഷം ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുത്താൽ പിന്നെ ഇതൊന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ ആ സംഭവങ്ങളെല്ലാം നമ്മൾ എഴുതുക. നമുക്ക് 40% ഡിസേബിലിറ്റി എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. സ്ക്രൈബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ കോമ്പൻസേറ്ററി ടൈം ആവശ്യമുണ്ടോ, സ്പീഡിന് ബുദ്ധിമുട്ടുണ്ടോ, അതിൽ സ്ക്രൈബ് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പിന്നെ ആർ യു പേഴ്സൺ വിത്ത് സ്പെസിഫൈഡ് ഡിസേബിലിറ്റി, അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇഫ് യു നീഡ് എ കോമ്പൻസേറ്ററി ടൈം അറ്റ് എക്സാമിനേഷൻ ടൈം, അത് യെസ് ആണെങ്കിൽ കൊടുക്കുക. ആ കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ഫില്ല് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു ഗവൺമെന്റ് നാഷണലൈസ്ഡ് ബാങ്കിൽ എംപ്ലോയി ആണെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ. എക്സ് സർവീസ്മെൻ ആണെങ്കിൽ എസ്, നോ. അതിനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ആ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉള്ളവർ കൊടുക്കുക. നിങ്ങളുടെ റിലീജിയൻ ഏതാണെങ്കിൽ അത് കൊടുക്കുക. നിങ്ങൾ മൈനോറിറ്റി കാറ്റഗറി ആണെങ്കിൽ, മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇതിന് മുന്നേ നിങ്ങൾ ഏതെങ്കിലും PO എക്സാമുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, എസ് കൊടുക്കുക. എത്ര അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ എക്സാം ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് പോവുക. ഇപ്പൊ PO ഫസ്റ്റ് ആണോ, സെക്കൻഡ്, തേർഡ്, ഇതുവരെ നടന്ന POസിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് സെലക്ട് ചെയ്താൽ ഇവിടെ വരും. അത് സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് 4 ആണെങ്കിൽ 4 കൊടുക്കുക, 3 ആണെങ്കിൽ 3 കൊടുക്കുക. എഴുതിയിട്ടില്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട, നോ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഫില്ല് ചെയ്യാം. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ആയിരിക്കും. ഏത് കൺട്രി ആണെന്ന്, സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്റ്റേറ്റ് കോഡ് കാര്യങ്ങൾ വരും. ഇനി നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ എവിടെ വേണം. ഇപ്പൊ തൃശ്ശൂർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂരുകാരനാണ്, തൃശ്ശൂർ അവൈലബിൾ ആണ്. തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം അവൈലബിൾ ആണ്. മെയിൻസും എവിടെ വേണം, തൃശ്ശൂർ വേണോ, തിരുവനന്തപുരം വേണോ, നിങ്ങൾക്ക് ഏതാണോ അടുത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റർ കിട്ടുക. ഇനി ID പ്രൂഫ്, ആധാർ ആണെങ്കിൽ ആധാർ ക്ലിക്ക് ചെയ്യാം. അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഉണ്ടായിരിക്കണം. ആധാർ ഡീറ്റെയിൽ എന്തായാലും ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആധാർ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും, അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്താൽ അത് വരും. ആ ID പ്രൂഫിന്റെ നമ്പർ ഇവിടെ എഴുതാം, കറക്റ്റ് തന്നെ കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കണം. എന്നാലാണ് നമുക്ക് നിങ്ങൾ കറക്റ്റ് എന്താണ് ഡേറ്റ്, നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറ്റില്ല. അവിടെ EWS ആണ്, OBC ആണെങ്കിൽ ആ 3 വർഷത്തെ റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു 3 വർഷത്തെ റിലാക്സേഷൻ ഇവിടെ കിട്ടും. SC ST ആണെങ്കിൽ 5 വർഷത്തെ കിട്ടും. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 3 വർഷത്തെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല.
അപ്പൊ നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യും, അത് റെഡ് കത്തി കാണിക്കും. ഓക്കെ, അപ്പൊ ഏജിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട, അത് ഇവിടെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുണ്ടെങ്കിൽ അത് അൺമാരീഡ്, മാരീഡ്, വിഡോവർ ആണ്, ഡിവോഴ്സ്ഡ് ആണ്, ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആധാർ നമ്പർ, വേരിയസ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ അണ്ടർ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് വരുന്നത്, അപ്പൊ അത് എസ് കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പാൻ നമ്പർ എന്തായാലും നിർബന്ധമായിട്ടും ഇത് കൊടുക്കണം കേട്ടോ. ഈ കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങൾ ടിൻ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. അവരുടെ ജെൻഡർ കാര്യങ്ങൾ, നെയിം ഓഫ് ടിൻ, കാരണം നമ്മൾ ഈ സ്കാം ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. ട്വിന്നിന്റെ എന്താണ് ടിൻ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ഈസ് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെയും ഡീറ്റെയിൽസ്, ID പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. ഓക്കെ, നിർബന്ധമായിട്ടും കൊടുക്കണം. ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അച്ഛന്റെയും അമ്മയുടെയും പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, മാരീഡ് ആണെങ്കിൽ സ്പൗസ് നെയിം അതും കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം GST ഇൻവോയ്സിങ് ഏത് അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ്, നിങ്ങൾ ഏതാണ് കാറ്റഗറി എങ്കിൽ, ജനറൽ ആണെങ്കിൽ 850 എന്ന് കാണിക്കും, ജനറൽ ആണെങ്കിൽ എന്ത് കാണിക്കും, 850 എന്ന് കാണിക്കും. ജനറൽ ആണെങ്കിൽ നമുക്ക് 850 എന്ന് കാണിക്കും. ഓക്കെ, അതിനുശേഷം വാലിഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്ന് കാണിക്കും. സേവ് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് ആണ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് ഫില്ല് ചെയ്യണം. SSLC കാര്യങ്ങൾ ഏതാണ്, കേരള സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്, CBSE ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം. സ്റ്റേറ്റ് CBSE ആണെങ്കിലൊക്കെ കൊടുക്കുക. ഡേറ്റ് ഓഫ് പാസിങ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ A+കാരാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാർക്ക് കാര്യങ്ങൾ നമുക്ക് കൊടുക്കുക. അത് നമുക്ക് ഏകദേശം അറിയാലോ, ഇവിടെ ഉണ്ടത്. ഇൻ ഗ്രേഡ് പോയിന്റ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ്, ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് ദർ CGPA OGPA into percentage as per criteria adopted by the University Institute. The candidates must produce documentary proof of the criteria for conversion into percentage adopted by the University Institute at the time of document verification. ഇപ്പൊ നിങ്ങൾ ആ കൺവേർഷൻ ചെയ്തിട്ട്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പറയുന്ന കൺവേർഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ SSLC, സ്റ്റേറ്റ് ബോർഡ്, CBSE ഒക്കെ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺവേർഷൻ നടത്തി ചെയ്യാം. അതിനുശേഷം ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിന്നോ നിങ്ങളുടെ SSLC അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് 10th അവിടെ നിന്നുള്ള ഡോക്യുമെന്റ് നിങ്ങൾ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ഇപ്പൊ 59.99 ആണെങ്കിൽ അത് 60 ആയിട്ട് ഒരിക്കലും പരിഗണിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ 54.99 ആണെങ്കിൽ അത് 55 താഴെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണ്ട, ജസ്റ്റ് അത് കൊടുത്തോ, പക്ഷെ അത് ഹയർ ആയിട്ടുള്ളത് ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാജുവേഷൻ ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിന്റെ സ്ട്രീം കാര്യങ്ങൾ പെർസെൻറ്റേജ് കൊടുക്കുക. നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. ഇത് രണ്ടും എന്തായാലും നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനിയാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ അത് ഇവിടെ വരും, അതും പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക. പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ചെയ്യുക, എവിടെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നോ ആണെങ്കിൽ നോ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ടോട്ടൽ എക്സ്പീരിയൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി നമുക്ക് എന്താണ് പ്രീ എക്സാം ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ. ഇനി നമ്മളുടെ എന്തെങ്കിലും പ്രോസിക്യൂഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. അത് നമുക്ക് ആ സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. ആ സമയത്ത് അവര് കണ്ടുപിടിക്കും. അപ്പൊ ഉണ്ടെങ്കിൽ എസ് കൊടുക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. ലാംഗ്വേജസ് നോൺ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷും നിങ്ങളുടെ മദർ ടങ്, മലയാളം ആണെങ്കിൽ മലയാളം ഉണ്ടാവും, ഹിന്ദിയും എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ ആഡ് മോറൊക്കെ ഉണ്ടാവും, അതൊക്കെ കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എടുക്കുക. ഏതെങ്കിലും ഡീറ്റെയിൽ കൊടുക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, സേവ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നെയിം ഓഫ് ബാങ്ക്സ്. നമ്മൾ ബാങ്കുകൾ ഇവിടെ തന്നിട്ടുണ്ടാവും, അതിൽ പ്രിഫറൻസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. വേക്കൻസി ആണെങ്കിൽ വേക്കൻസി, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ എല്ലാവരും കാനറ ബാങ്ക് ആദ്യം കൊടുക്കും, പിന്നെ ബാങ്ക് ഓഫ് ബറോഡ, വേക്കൻസി അനുസരിച്ച് ബാങ്ക് ഓഫ് ബറോഡ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. ഞാനിവിടെ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, നിങ്ങൾക്ക് ഏതാണ് രീതിയിൽ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. വേക്കൻസി അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ആദ്യം കൊടുക്കാം. ഇനി നമ്മളെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളതാണെന്ന് വെച്ചാൽ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെ കൊടുക്കുക. യൂണിയൻ ബാങ്ക് ഇപ്പോൾ വിളിച്ചിട്ടില്ല എന്നും കൂടി അത് കൊടുത്തിട്ടോ, കാരണം ഇൻ കേസ് ഇനി അവര് വേക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരും. ഇനി വർക്ക് കൾച്ചർ ആണ്, നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് വർക്ക്, ചിലവർക്ക് കാനറ ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടാവും, ചിലവർക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടാവും, അപ്പൊ ചിലവരുടെ ഫാദർ വർക്ക് ചെയ്ത ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പ്ലേസ്ഡ് ആയിട്ട് വരും. അപ്പൊ ഈ ഓർഡറിലായിരിക്കും പ്ലേസ്മെന്റ് വരിക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക,
ആ ബോക്സിൽ ആദ്യം ക്ലിക്ക് ചെയ്യണത് ആദ്യം വരും, ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് ഫസ്റ്റ് വരും, അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക, സേവ് നെക്സ്റ്റ് കൊടുക്കുക, എല്ലാത്തിനും സേവ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്കൊരു പ്രിവ്യൂ വരും, നമ്മൾ ഇതുവരെ കൊടുത്ത കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ ഈ രജിസ്റ്റർ നമ്പർ ഇവിടെ വരും. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പേര്, കാര്യങ്ങൾ, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ പേര് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും ലാസ്റ്റത്തേക്ക് പോവുക. നിങ്ങൾ ഓർഡർ 11 ബാങ്കുകളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ചെക്ക് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ കൊടുത്ത ആധാർ നമ്പർ, കാര്യങ്ങൾ, ആ ഡീറ്റെയിലുകൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ആ ഓർഡറിലാണ് കറക്റ്റ് വരിക. നിങ്ങൾ കൊടുത്ത ഓർഡർ കറക്റ്റ് ആണോ നോക്കുക. അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാവും. ഈ ബോക്സുകളെല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് പോയി എഡിറ്റ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ബാക്കിലേക്ക് പോയിട്ട് അത് എഡിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ബാക്കിലേക്ക് പോയിട്ട് അത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ടിക്ക് ഒക്കെ ചെയ്തു, ഐ എഗ്രി, കൺഫേം ഒക്കെ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുത്തു. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുത്ത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇത് എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാക്കിൽ പോയി കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കാൻ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നതോട് കൂടി നമ്മൾ നേരെ അടുത്തൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. അവിടെ അപ്ലോഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മളെ തമ്പ് ഇംപ്രഷൻ ഓൾറെഡി സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, SSLC ബുക്ക് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്ത് ചൂസ് ഫയല് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സൈസ് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അപ്ലോഡ് ആവില്ല. അപ്പോൾ ഇവിടെ എറർ കാണിക്കും, വീണ്ടും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഐ കൺഫേം കൊടുക്കുക. ഐ കൺഫേം കൊടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡിജി ലോക്കർ സംവിധാനത്തിലേക്ക് ഇത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നോ കൊടുത്താൽ മതി. യെസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ, ഐ എഗ്രി ടു കണക്ട് ഡിജി ലോക്കർ ടു ഫെച്ച് മൈ ഡീറ്റെയിൽസ്. അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളും ഡിജി ലോക്കറിലേക്കാണ് പോവുക. നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഷെയർ ഒന്നും ചെയ്യില്ല. അത് വേണമെങ്കിൽ എസ് കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഓക്കെ ആക്കാനായിട്ട്. അല്ലെങ്കിൽ നോ കൊടുക്കാം. നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേയ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞോടുകൂടി പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരാൻ പറ്റില്ല. പ്രിവ്യൂ ഒക്കെ നമ്മൾ കൊടുത്ത് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി പേയ്മെന്റ് മാത്രമേ അടയ്ക്കാനുള്ളൂ. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓൺലൈൻ ആയിട്ടാണ് പേയ്മെന്റ് കൊടുക്കുക. പേയ്മെന്റ് കൊടുക്കുന്നത് ഏതാണ് സെലക്ട് ചെയ്യുക, സെക്യൂരിറ്റി കോഡ് കൊടുക്കുക. ഞാനിവിടെ പേയ്മെന്റ് അടച്ചിട്ടില്ല. സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി നമ്മളുടെ രജിസ്ട്രേഷൻ ഫുൾ കംപ്ലീറ്റ് ആവും. പേയ്മെന്റ് ചെയ്യാതെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ആവില്ല. ആഫ്റ്റർ പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് റെസിപ്റ്റ് എടുക്കുക. പ്രിന്റ് എന്താണ്, അപ്ലിക്കേഷൻ ഫോമും പ്രിന്റ് ചെയ്ത് വെക്കണം. പ്രിന്റ് അപ്ലിക്കേഷൻ ഫോമും എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് വെക്കണം. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഏതാണ് ആ കാര്യം? നമുക്ക് എന്താണ്, ക്യാപ്ചർ ഫോട്ടോ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി സ്കാൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളുടെ ക്ലിക്ക് ഹിയർ ടു സ്കാൻ കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ QR കോഡ് വിസിബിൾ ആയിരിക്കും. നമ്മൾ ഫോണിൽ എന്ത് ചെയ്യാം, ക്യാമറ ഓൺ ആക്കിയിട്ട് അത് ക്യാപ്ചർ ചെയ്യാം. ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും, IBPSന്റെ ഒരു വിൻഡോ വരും. നേരെ ക്യാപ്ചർ ഫോട്ടോ കൊടുത്താൽ മതി. നേരെ ക്യാപ്ചർ ഫോട്ടോ കൊടുക്കുക. സെൽഫി നിങ്ങളുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഫോട്ടോ ഇവിടെ ഓട്ടോമാറ്റിക് വന്നോളും. ഞാൻ അത് നേരത്തെ പറയാൻ വിട്ടുപോയതുകൊണ്ട് അത് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്യാപ്ചർ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളുടെ എന്ത് ചെയ്യും, ലൈവ് ക്യാപ്ചേർഡ് ആയിട്ടുള്ള ഇമേജ് ഇവിടെ വരും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? ആദ്യം ബേസിക് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുക, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ കൊടുക്കുക, അപ്ലോഡ്സ്, പേയ്മെന്റ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി മാത്രമാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യണം. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ആ പേയ്മെന്റ് ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് വരിക. അപ്പൊ അതനുസരിച്ച് നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, SSLC സർട്ടിഫിക്കറ്റ്. ഈ ക്ലോസ് ജെയില് സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളവർ മാത്രമേ അത് അപ്ലൈ ചെയ്യാനായിട്ട് ചോദിക്കുള്ളൂ. അതില്ലാത്തവർക്ക് അത് അപ്ലൈ ചെയ്യാൻ ചോദിക്കില്ല. അതേപോലെ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇപ്പൊ തന്നെ. നമുക്കത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും കട്ട് ഓഫിൽ കുറവൊക്കെ കിട്ടാം. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ലാസ്റ്റ് പേയ്മെന്റ് അടയ്ക്കാൻ മറക്കരുത്. പേയ്മെന്റ് അടച്ചതിന് ശേഷം പ്രിന്റ് കൊടുക്കണം. റെസിപ്റ്റും പ്രിന്റ് എടുത്ത് വെക്കുക, അപ്ലിക്കേഷൻ ഫോമും പ്രിന്റ് എടുത്ത് വെക്കുക. ഞാൻ ഓൾറെഡി നിങ്ങൾ ഫോൺ ഉപയോഗിച്ചാണ് സെൽഫി എടുക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു വിൻഡോ വരും, ക്യാപ്ചർ ഫോട്ടോ കൊടുത്താൽ മതി. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവരും അപ്ലൈ ചെയ്യുക. എല്ലാവരും ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ്, പ്രൊബേഷണറി ഓഫീസർ ആവാനായിട്ട് നിങ്ങൾക്കുള്ള സുവർണ അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. SBA PO വിളിച്ചിട്ടുണ്ട്, IBPS PO വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ കോച്ചിങ് ആണ്. പ്രിലിംസിന് വേണ്ടിയുള്ള കോച്ചിങ്, മെയിൻസിന് വേണ്ടിയുള്ള കോച്ചിങ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്, അതേപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഉണ്ണികൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഇന്റർവ്യൂ കോച്ചിങ് അടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ എന്താണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് നമ്പർ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. ആ ഫോമൊക്കെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനിയുള്ളത് നിങ്ങൾക്ക് പഠനമാണ്. എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കാൻ, നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നില്ല എന്നുള്ള എല്ലാവരുടെ വിഷമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.